ചെകുത്താൻ 9. നന്ദനയില്ലാത്തതുകൊണ്ട് തന്നെ ലച്ചുവിന് സ്കൂളിലേക്ക് പോകാൻ മടിയായിരുന്നു. മാത്രവുമല്ല, പോർഷൻസ് എല്ലാം തന്നെ ഒരുവിധം കവറായി കഴിഞ്ഞു. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ സ്റ്റഡി ലീവ് തുടങ്ങും. 7:30 ആയപ്പോഴേക്കും രാധചേച്ചി വന്നു. മോളെന്താ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? സാധാരണ ചേച്ചി വരുമ്പോഴേക്കും ലച്ചുവിന്റെ കുളി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇന്നവൾ കുളിക്കാതെ നിൽക്കുന്നത് കണ്ട് രാധചേച്ചി ചോദിച്ചു. അച്ഛൻ രാവിലെ രാജീവ് സാറിനെ കാണാൻ പോയി. ആക്സിഡന്റ് പറ്റിയെന്ന് ഇന്നലെയാണ് അറിഞ്ഞത്. നന്ദനയും പോയി. അതുകൊണ്ട് സ്കൂളിൽ പോകാനൊരു മടി, അവൾ പറഞ്ഞു. കുഞ്ഞിന്ന് സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോകട്ടെ. ഇന്ന് അമ്പലത്തിൽ അന്നദാനമുണ്ട്. അവിടെ ചെന്ന് എന്തെങ്കിലും ഒന്ന് അരിഞ്ഞു കൊടുക്കുകയോ തേങ്ങ തിരുമ്മി കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. ഉച്ചയ്ക്ക് ചേച്ചി വന്ന് മോളെ കൂടി അമ്പലത്തിലേക്ക് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ പിന്നെ വൈകുന്നേരത്തേക്ക് മാത്രം എന്തെങ്കിലും ആക്കിയാൽ പോരെ. രാധചേച്ചിക്ക് അമ്പലത്തിൽ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ടെന്ന് ലച്ചുവിന് മനസ്സിലായി. അത് മതി ചേച്ചി. ഉച്ചയാകുമ്പോഴേക്കും ചേച്ചി വന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാം. അവൾ പറഞ്ഞത് കേട്ട് രാധയ്ക്ക് സന്തോഷമായി. ആ മോളെ കതകടച്ചകത്തിരുന്നു. ആര് വിളിച്ചാലും തുറക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേച്ചിയെ വിളിച്ചാൽ മതി. പിന്നെ നാണു പറമ്പിൽ നിന്ന് പുല്ല് ചെത്താനുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ഒന്ന് ഉറക്കെ വിളിച്ചാലും മതി. അവൻ ഓടി വന്നോളും. ലച്ചുവിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ച് രാധ പെട്ടെന്ന് തന്നെ മടങ്ങി. ലച്ചുവിന് ആകെ ഒരു ഉന്മേഷക്കുറവായിരുന്നു. അച്ഛന്റെ സങ്കടം അതുതന്നെയാണ് അവളുടെ വിഷമത്തിന്റെയും കാരണം. എന്താണെന്ന് അച്ഛൻ തുറന്നു പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അച്ഛന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. എടുത്തു നോക്കിയപ്പോൾ അവൾക്ക് അറിയാത്തൊരു നമ്പറാണ്. അതുകൊണ്ട് തന്നെ അവൾ എടുത്തില്ല. വീണ്ടും 1-2 പ്രാവശ്യം കൂടി കോൾ വന്നു എങ്കിലും അവൾ എടുത്തില്ല. 8 മണിയോടുകൂടി ചായ കുടിച്ച് ദോശയും കഴിച്ച് അവൾ കുളിക്കാനായി കയറി. ഏതാണ്ട് 8:30 കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി പുസ്തകം എല്ലാം എടുത്തുവെച്ച് അവൾ പഠിക്കാനായി ഇരുന്നു. ജനലിൽ കൂടി നോക്കിയപ്പോൾ പറമ്പിൽ നിന്ന് കിളച്ചുകൊണ്ടിരിക്കുന്ന നാണിച്ചേട്ടനെ കണ്ടു. കതകടച്ച് കുറ്റിയിട്ടാണ് അവൾ ഇരിക്കുന്നത്. പേടിക്കേണ്ട കാര്യമില്ല, നാട്ടിൻപുറമാണ്. എന്തെങ്കിലും ആപത്തുണ്ടായാൽ ഒന്ന് വിളിച്ചാൽ തന്നെ ഓടിയെത്താനായി അരികിൽ ആളുകളുണ്ട്. ഫോൺ അരികിൽ തന്നെ വെച്ചിട്ടുണ്ട്. 1-2 പ്രാവശ്യം കൂടി നേരത്തെ കോൾ വന്ന അതേ നമ്പറിൽ നിന്ന് വീണ്ടും കോൾ വന്നു. പക്ഷെ അവൾ എടുത്തില്ല. 10 മണിയായപ്പോൾ അച്ഛൻ രാജീവ് സാറിന്റെ അടുത്ത് എത്തിക്കാണുമോ എന്നറിയാനായി അവൾ രാമനെ വിളിച്ചു. ആശുപത്രിയിൽ എത്തിയെന്നും രാജീവിനെ കണ്ട് സംസാരിച്ചു. വലിയ പരിക്കുകൾ ഒന്നുമില്ല എന്നും രാമൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ അവിടെ തങ്ങുമോ അതോ ഇന്ന് തന്നെ മടങ്ങുമോ? അവൾ ചോദിച്ചു. ഇന്ന് രാത്രിയോടെ ഞാനങ്ങ് എത്തിയേക്കാം മോളെ. ഇവിടെ പ്രത്യേകിച്ച് ആവശ്യങ്ങളില്ല. പിന്നെ ജലജയുടെ ആങ്ങളയുണ്ട്, രാജീവിന്റെ അളിയൻ. ഇന്ന് ഞാനിവിടെ തങ്ങാമെന്ന് പറയുന്നെങ്കിലും ഇവർ സമ്മതിക്കുന്നില്ല. നീ അവിടെ ഒറ്റയ്ക്കല്ലേ. അതുകൊണ്ട് എന്തായാലും രാത്രി ഞാനങ്ങെത്തും. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി. രാമനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവളുടെ ഫോണിലേക്ക് അതേ നമ്പറിൽ നിന്ന് വീണ്ടും കോൾ വരുന്നുണ്ടായിരുന്നു. രാമനെ വിളിച്ചു കഴിഞ്ഞതും അവൾ ക്ലാസ് വാട്സപ്പ് ഗ്രൂപ്പ് നോക്കാനായി വാട്സപ്പ് എടുത്തു. അപ്പോഴാണ് തനിക്ക് കോൾ വന്ന അതേ നമ്പറിൽ നിന്ന് 1-2 വീഡിയോ കൂടി തന്റെ വാട്സപ്പിലേക്ക് വന്നത് അവൾ ശ്രദ്ധിച്ചത്. പെട്ടെന്ന് അവൾക്ക് വല്ലാമ ഒരു ഭയം തോന്നി. ആ വീഡിയോ നോക്കണമോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ അവളുടെ മനസ്സിലേക്ക് വന്നു. വീണ്ടും അവളുടെ ഫോണിലേക്ക് അതേ നമ്പറിൽ നിന്ന് കോളുകൾ വന്നതോടുകൂടി അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഫോണിലേക്ക് ഞാൻ 2 വീഡിയോസ് അയച്ചിട്ടുണ്ട്. അത് കാണ്. നിന്റെ അച്ഛനെക്കുറിച്ചാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് കോൾ കട്ടായി. വല്ലാത്തൊരു ഭയം തന്നെ വന്നു പൊതിയുന്നത് അവൾ അറിഞ്ഞു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ തന്റെ ഫോണിൽ വന്ന ആ വീഡിയോ ഓണാക്കി. ആദ്യത്തേത് രാധികയെ രാമൻ തല്ലുന്ന വീഡിയോ ആണ്. രണ്ടാമത്തേത് രാമൻ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് തന്നിലേക്ക് ചേർക്കുന്ന പോലെ. മൂന്നാമത്തേതിൽ രാധികയും രാമനും കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് പോലെ തോന്നിക്കുന്നൊരു വീഡിയോ. ആ വീഡിയോ കണ്ട് അവൾ വല്ലാതെ ഞെട്ടിപ്പോയി. ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ അവൾ തരിച്ചു നിന്നു. അതേ സമയത്ത് തന്നെ തറവാടിന്റെ മുറ്റത്തേക്ക് അവന്റെ കാർ വന്നു നിന്നു. പെട്ടെന്ന് തന്നെ അവളുടെ ഫോണിലേക്ക് വീണ്ടും അതേ നമ്പറിൽ നിന്ന് കോൾ വന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ കോൾ എടുത്തു. ജഗനാണ്. ഞാനിവിടെ വീടിന്റെ പുറത്തുണ്ട്. വന്ന് വാതിൽ തുറക്ക്. കോൾ കട്ടായതും എന്തു ചെയ്യണമെന്നറിയാതെ ആ പാവം പെണ്ണ് ഒന്ന് അനങ്ങാൻ പോലും ആകാതെ തരിച്ചു നിന്നുപോയി. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം അവളുടെ കാതിലെത്തി. അതേ ശബ്ദം വീണ്ടും പല പ്രാവശ്യം അവളുടെ കാതിലെത്തി. കുറച്ചു സമയം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കുന്നില്ല എന്ന് കണ്ടതും അവളുടെ ഫോണിലേക്ക് വീണ്ടും അവന്റെ വിളിയെത്തി. നിന്റെ ഫോണിൽ വന്ന വീഡിയോ നീ കണ്ടല്ലോ. അതിനേതാണ്ട് നിന്റെ അച്ഛന്റെ ജീവന്റെ വിലയാണ്. ആ വീഡിയോ എങ്ങാനും സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്റെ അച്ഛന് നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഹൃദയം പൊട്ടി മരിക്കേണ്ടി വരും. അതൊന്നും നിനക്ക് കാണണ്ടെങ്കിൽ
വാ, വന്ന് കതക് തുറക്ക്. ഒരു ഭീഷണി പോലെ അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. തന്റെ അച്ഛനെക്കുറിച്ച് ഓർത്തപ്പോൾ ഉള്ളിലെ ഭയമെല്ലാം നീക്കിവെച്ചുകൊണ്ട് ആ പാവം പെൺകുട്ടി വാതിലിനരികിലേക്ക് നടന്നു. വിറയ്ക്കുന്ന കരങ്ങളോടെ അവൾ വാതിൽ തുറന്നു. പക്ഷേ തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കാനുള്ള ധൈര്യം മാത്രം അവൾക്കുണ്ടായില്ല. ലച്ചുമോളെ, ഇത് നമ്മുടെ നാരായണേട്ടന്റെ കുട്ടിയല്ലേ? മോനെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ? നാണുവിന്റെ ശബ്ദം. ജഗൻ തറവാട്ടിലേക്ക് കാർ കയറ്റി ഉടൻ തന്നെ തൊടിയിൽ നിന്ന് നാണു കണ്ടിരുന്നു. അവിടെ നിന്ന് ഓടിപ്പാഞ്ഞു വന്നതാണ് ആരാണെന്ന് അറിയാനായി. ആ ശബ്ദം കേട്ടതും ലച്ചു തല ഉയർത്തി നോക്കി. നാണുവിനെയും അയാൾക്ക് അരികിൽ നിൽക്കുന്ന ജഗനെയും അവൾ കണ്ടു. ജഗൻ പതിയെ തറവാട്ടിലേക്ക് കയറി. ലച്ചു ഇപ്പോഴും വാതിലിൽ പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. നാണുവിനാണെങ്കിൽ അവിടെ നിൽക്കണമോ അതോ തൊടിയിലേക്ക് പോകണമോ എന്ന കാര്യത്തിലൊരു സംശയവും. നിങ്ങൾ തൊടിയിലേക്ക് പോയി നിങ്ങളുടെ ജോലി ചെയ്യൂ. എനിക്ക് ഇവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ജഗൻ വളരെ ഗൗരവത്തോടെ നാണുവിനോടായി പറഞ്ഞു. അത് കേട്ടതും അയാൾ ലച്ചുവിനെ ഒന്ന് നോക്കി. അവളാകട്ടെ ഇപ്പോഴും തലകുനിച്ചു തന്നെ നിൽക്കുകയാണ്. മനസ്സില്ലാ മനസ്സോടെ അയാൾ തൊടിയിലേക്ക് നടന്നു. ഫോണിലെ വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നി? നിന്റെ അച്ഛൻ ആ കുട്ടിയോട് അങ്ങനെ പെരുമാറും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ജഗന്റെ ചോദ്യം. നിറകണ്ണുകളോടെ ലച്ചു അവനെ നോക്കിക്കൊണ്ട് ഇല്ല എന്ന രീതിയിൽ പതിയെ തല അനക്കി. അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് നടന്നു. നീ അയാളുടെ മകളാണ്. മറ്റാരെക്കാളും നിനക്കയാളെ അറിയാം. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടാലും നീ ഒരിക്കലും നിന്റെ അച്ഛനെ തെറ്റിദ്ധരിക്കില്ല. പക്ഷെ അതുപോലെയല്ല മറ്റുള്ളവർ. അവരുടെ മനസ്സിൽ എന്തായാലും സംശയം നിറയും. അതിൻ്റെ ഒപ്പം ആ പെൺകുട്ടി സാർ എന്നോട് മോശമായി പെരുമാറിയെന്നുകൂടി പറഞ്ഞാൽ ഉറപ്പായും നിന്റെ അച്ഛൻ തെറ്റുകാരൻ തന്നെയാണെന്ന് എല്ലാവരും വിശ്വസിക്കും. ജഗന്റെ വാക്കുകൾ കേട്ട് അറിയാതെ അവൾ വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. എന്ത് ചെയ്യാനാണ്? ചെറുപ്പം മുതലേ എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ എന്താഗ്രഹിച്ചാലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് ഞാൻ നേടിയെടുക്കും. നിന്നെ ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് മാന്യമായി നിന്നെ എനിക്ക് വിവാഹം ചെയ്തു തരാൻ നിന്റെ അച്ഛനോട് പറഞ്ഞത്. പക്ഷെ അയാൾക്ക് സമ്മതമല്ല. നിന്നെ ഒരുപാട് പഠിപ്പിക്കണമെന്ന്, ഒരുപാട് വലിയ നിലയിലെത്തിക്കണമെന്ന്, ചെറിയ കുട്ടിയാണ് നീയെന്ന്, എനിക്ക് നിന്നേക്കാൾ ഒരുപാട് പ്രായം കൂടുതലുണ്ടെന്ന്. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യുക? എനിക്കെന്തായാലും ഞാൻ ആഗ്രഹിച്ചത് സ്വന്തമാക്കിയേ പറ്റൂ. അതുകൊണ്ട് ചെറിയൊരു കളി അങ്ങ് കളിച്ചു. ദാ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി. ഇനി നീയാണ് തീരുമാനിക്കേണ്ടത്. നീ എന്നെ വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ചാൽ, നിന്റെ അച്ഛനെ കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിച്ചാൽ ഈ വീഡിയോ പുറം ലോകം കാണില്ല. മറിച്ചാണെങ്കിൽ എൻ്റെ ഓഫീസിൽ എനിക്ക് കീഴിൽ ഒരു പ്രത്യേക വിഭാഗം ജോലിക്കാരുണ്ട്. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ, ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ പരസ്യങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ. അവരൊന്നും വിചാരിച്ചാൽ ഈ വീഡിയോ ലോകം മുഴുവനും പരക്കും. പിന്നീട് ഒരിക്കലും രാമൻ മാഷിന് തല ഉയർത്തി നടക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരുപക്ഷെ പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ പോലും പെട്ടെന്ന് വരാം. ജയിൽവാസം വരെ ഉണ്ടാകാം. പോലീസുകാരിൽ നിന്ന് മർദ്ദനമേൽക്കാം. അവൻ പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. വേണ്ട, വേണ്ട, അങ്ങനെ ഒന്നും ചെയ്യല്ലേ. എനിക്ക് സമ്മതമാണ്. വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. ഞാൻ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ അച്ഛനെ വിഷമിപ്പിക്കല്ലേ. എനിക്കെൻ്റെ അച്ഛനല്ലാതെ വേറെ ആരുമില്ല. എൻ്റെ അച്ഛനെ ഒന്നും ചെയ്യല്ലേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭിത്തിയിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്നു പോയി ആ പെൺകുട്ടി. ഗൂഢമായൊരു ചിരിയോടെ അവളുടെ കരച്ചിലും അവളുടെ വേദനയുമെല്ലാം അവൻ ആസ്വദിച്ചു. പതിയെ അവൾക്കരികിലായി ചെന്നിരുന്നു. മുട്ടുകാലിൽ തല താങ്ങിയിരുന്ന് നെഞ്ചുപൊട്ടി കരയുകയാണ് പെണ്ണ്. പതിയെ അവൻ അവളുടെ തോളിലേക്ക് കൈവച്ചു. തീപ്പൊള്ളലേറ്റ പോലെ അവൾ ഞെട്ടിപ്പിണഞ്ഞെഴുന്നേറ്റു മാറി. അവനെ നോക്കിയ കണ്ണുകളിലെ ഭയം അതവൻ തിരിച്ചറിഞ്ഞു. ഷോ, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എന്തായാലും ഞാൻ നിന്റെ മുറച്ചെറുക്കനല്ലേ. ഇനിയിപ്പോൾ നിന്നെ കെട്ടാൻ പോകുന്നവന്. എന്തായാലും വിവാഹത്തിന് നീ സമ്മതിച്ച സ്ഥിതിക്ക് നിന്റെ പരീക്ഷ തീരുന്നതിൻ്റെ പിറ്റേ ദിവസം പെണ്ണ് കാണാനായി അച്ഛനെയും അമ്മയെയും കൂട്ടി ഞാൻ വരും. വരുമ്പോൾ വിവാഹത്തിൻ്റെ മുഹൂർത്തം നോക്കി എഴുതി മേടിച്ചു കൊണ്ടുവരാം. പിന്നെ അധികം വൈകിപ്പിക്കേണ്ട കാര്യമില്ല. മെയ് 5-നാണ് നിനക്ക് 18 വയസ്സ് തികയുന്നത്. അതുകൊണ്ട് മെയ് 6-ന് തന്നെ നമ്മുടെ വിവാഹം നടക്കണം. പേടിച്ച് വിറച്ചു നിൽക്കുന്ന ലച്ചുവിനെ നോക്കി അവൻ പറഞ്ഞു. താൻ പറഞ്ഞതെല്ലാം അവൾ കേട്ടോ എന്ന കാര്യത്തിൽ അവന് സംശയം തോന്നി. അതുകൊണ്ട് തന്നെ അവൾ കരികിലേക്ക് ചെന്നു. ലച്ചു, അവൻ ഉറക്ക വിളിച്ചു. ഞെട്ടി വിറച്ചുകൊണ്ട് തന്നെ വീണ്ടും അവൾ അവനിൽ നിന്ന് അകന്നു നിൽക്കാൻ നോക്കി.
ഞാൻ പറഞ്ഞതെല്ലാം നീ കേട്ടല്ലോ. നിറകണ്ണുകളോടെ ദയനീയതയോടെ അവനെ നോക്കിക്കൊണ്ട് അവൾ കേട്ടു എന്ന രീതിയിൽ തലയനക്കി. അത് കണ്ടതും അവന്റെ മുഖത്ത് ക്രൂരമായ വന്യമായ ചിരി നിറഞ്ഞു. പെട്ടെന്ന് തന്നെ അവൻ ഫോൺ എടുത്ത് അവളുടെ ഒന്ന് രണ്ട് ഫോട്ടോ എടുത്തു. നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നടി പെണ്ണേ. സാരമില്ല, ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ മതിയല്ലോ. പിന്നെ നീ എപ്പോഴും എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാകുമല്ലോ. ശരി, അപ്പൊ ഞാൻ ഇറങ്ങുകയാണ്. ഇനിയും നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ കല്യാണം വരെ ഒന്നും എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. ഈ നിമിഷം തന്നെ നിന്നെ ഞാൻ അറിയും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇറങ്ങുകയാണ്. പിന്നെ അച്ഛൻ വരുമ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിവാഹത്തിന് സമ്മതം മേടിച്ചേക്കണം കേട്ടല്ലോ. പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കവളിലായി തലോടി. ഞെട്ടിപ്പുറകിലേക്ക് പോയി പെണ്ണ്. അവളുടെ ഭാവങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട് അവൻ പതിയെ പുറത്തേക്കിറങ്ങി കാറിൽ കയറി ഓടിച്ചുപോയി. തുടരും.